എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി യേശു കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അത്ഭുതത്തോടെ എഴുന്നേൽക്കണം. ഞാൻ ഇന്നും എഴുന്നേറ്റ് വന്നോ? ദൈവം എന്നെ സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. നമുക്ക് തന്ന ഉറക്കം ദൈവത്തിൻ്റെ സംവിധാനമാണ്. നമ്മൾ ഉണരുന്നത് ദൈവത്തിൻ്റെ സംവിധാനമാണ്. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നന്ദി പറഞ്ഞ് ബൈബിള് വായിച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്ന ഒരു ശീലം ഈ വർഷമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. മൃഗങ്ങളെപ്പോലെ എഴുന്നേറ്റ് വരില്ലേ. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഉണ്ട്. അത് നമ്മൾ ശീലിക്കണം. ക്രിസ്തീയ മതമായി തീരാതെ ക്രിസ്തീയ മാർഗമായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. പൗലോസിൻ്റെ ദീർഘയാത്രകളാണ്. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലം, അടുത്ത സ്ഥലത്തുനിന്ന് അതിൻ്റെ അടുത്ത സ്ഥലം, കാൽനടയായും കപ്പൽ മാർഗവും എപ്പോഴും തിരമാലകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. എത്ര ത്യാഗം ചെയ്താണ് ഓരോ സ്ഥലത്തും എത്തുന്നത്. അതായത് ഒരു സ്ഥലത്തെത്താൻ തന്നെ തനിക്ക് ചിലപ്പോൾ ഒരു മാസമൊക്കെ കപ്പലിൽ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് പൗലോസ് ത്രോവാസിലൊക്കെ ചെന്നപ്പോൾ 24 മണിക്കൂറൊക്കെ ദൈവസാന്നിധ്യത്തിൽ ജനങ്ങളെ ഇരുത്തി രാപ്പകൽ പ്രസംഗിച്ചതിൻ്റെ കാരണം അദ്ദേഹം മുടക്കിയ വില അത്ര വലുതാണ്. ഇന്നത്തെ പോലെ വിമാനത്തിൽ കയറി 10 മണിക്കൂർ കൊണ്ട് അമേരിക്കയിലെത്തി, പിന്നീട് വിശ്രമിച്ചു. ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളോ യാതൊന്നുമില്ലാത്ത ആ കാലത്ത് ത്യാഗപരമായി മാസങ്ങൾ യാത്ര ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന സമയം മുഴുവനും മുതലാക്കി അടുത്ത സ്ഥലത്തേക്ക് ഓടുകയാണ്. എന്തിനാ എവിടെ പോകുന്നു? പൗലോസിനോട് നമുക്ക് ചോദിക്കുക, എന്താ ഇവ അത്യാവശ്യം എവിടെയാ? ഒന്ന് എവിടെയെങ്കിലും ഇരുന്നുകൂടെ? ഇല്ല, ഒത്തിരി ഓടാനുണ്ട്. ഹൃദയം ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. പൗലോസ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഭൂമി മുഴുവനും ഓടി നടന്ന് സുവിശേഷം അറിയിക്കുമായിരുന്നു. എല്ലായിടത്തും ഈ സുവിശേഷം എത്തിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷത്തിൻ്റെ ആത്മാവ് നമ്മെ ഒന്ന് കയറി പിടിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലായിടത്തും സുവിശേഷം എത്തിക്കണം. ഒരു വലിയ ഉണർവിൻ്റെ ഒരു ഭാഗമാക്കി നമ്മളെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. ഇതാ 20-16 കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫസോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിച്ചിരുന്നു. ബന്ധപ്പെടുകയാണ്. ഓരോ സ്ഥലത്തും എത്താൻ വേണ്ടി ഒരു ബന്ധപ്പാട്. കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യയും മക്കളെയും കാണാനുള്ള ബന്ധപ്പാടല്ല, പിള്ളേരുടെ നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള ബന്ധപ്പാടല്ല, മോൻ്റെ കല്യാണത്തിനുള്ള ബന്ധപ്പാടല്ല. പൗലോസ് എന്തിൻ്റെ ബന്ധപ്പാടാണ് നമുക്ക് ചോദിക്കാം. അദ്ദേഹം പറയും, എല്ലായിടത്തും ഈ സുവിശേഷം എത്തണം. അതിനുള്ളൊരു ബന്ധപ്പാട്. കഴിയുമെങ്കിൽ യെരുശലേമിൽ ഒന്ന് എത്തണം. തന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾക്ക് വേണ്ടിയുള്ള ഒരു ബന്ധപ്പാട്, വാഗ്ദത്തങ്ങൾ നിറവേറ്റാനുള്ള ബന്ധപ്പാട്. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഒരു ബന്ധപ്പാട് ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആവശ്യത്തിന് ബന്ധപ്പാട് നമുക്കറിയാം. എന്നാൽ ആത്മാവിലുള്ളൊരു ബന്ധപ്പാട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ, മിലേത്തോസിൽ നിന്ന് അവർ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായി വീടുതോറും നിങ്ങളോടും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും
ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്ക് യവനന്മാർക്ക് സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. വളരെ കണ്ണുനീരോടെ താഴ്മയോടെ എല്ലാ വീടുകളും കയറിയിറങ്ങി, എല്ലായിടത്തും സഭകൾ സ്ഥാപിച്ച് സഭകളെ ഉപദേശിച്ച് അങ്ങനെയായിരുന്നു പൗലോസിന്റെ യാത്ര. പൗലോസ് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പറയും, മകനെ, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ആൾക്കാരുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ താമസിക്കണം. ഉടനെ പൗലോസ് അവിടെ ഒരു 6 മാസം താമസിക്കും. എഫെസോസിൽ 2.25 വർഷം താൻ അവിടെ താമസിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും 24 മണിക്കൂറും കർത്താവിന് വേണ്ടി വേല ചെയ്ത ദൈവദാസൻ, ഫുൾ ടൈം ദൈവവേലക്കാരൻ എന്ന് പറഞ്ഞാൽ അതാണ്. പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച ഒരു കർത്താവിൻ്റെ മാനപാത്രം. ഇങ്ങനെയുള്ളവർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം കത്തുന്നുണ്ട്, എന്നെ അതുപോലെ ഒന്ന് ആക്കണമേ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. യെരൂശലേമിലേക്ക് പോകരുത് എന്ന് അഗബോസ് പ്രവാചകൻ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും പൗലോസിനോട് പറഞ്ഞു. എന്നാൽ പൗലോസ് യാത്ര ചെയ്യുന്നത് വെറും ഒരു പ്രവചനത്തിലല്ല, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ്. 2 തരത്തിലുള്ള ബന്ധനമുണ്ട്. പിശാചിന്റെ ബന്ധനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. പിശാച് ബന്ധിച്ച് പലരെയും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ലോകത്തിലേക്കും അഴുക്കിലേക്കും പോകുന്നത് നമുക്കറിയാം. അതും ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വൈക്കത്ത് ഒരു വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ആ വീട്ടിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവളെ കണ്ടാലേ അറിയാം ഒരു വലിയ കുടുംബത്തിലെ പെങ്കൊച്ച. അവളുടെ ഭർത്താവും ഇവളുമായിട്ടൊരു മാച്ചിങ്ങേ ഇല്ല. ഇവൻ ഒരു ബോധമില്ലാത്തൊരു ചെറുക്കൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. അവൾ വലിയ കരച്ചില്ല. അവൾ പറഞ്ഞു, ഞാൻ ഇന്ന സ്വർണ്ണക്കടയുടെ മുതലാളിയുടെ മോളാ. ഇവൻ അവിടെ ഞങ്ങളുടെ വീട്ടില് പാല് കൊണ്ടുവന്ന് തരുന്നവനായിരുന്നു. പാല് കൊണ്ടുവന്ന് എന്നെ കണ്ണ് കറക്കി കാണിച്ചു. ഞാൻ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ഒപ്പം ഒളിച്ചോടിയതാ. ഏതായാലും പ്രാർത്ഥിച്ചു, എന്തോന്ന് വിട്ടുപോയി. അപ്പോൾ ഈ ഒളിച്ചോടിയതിൻ്റെ പുറകിൽ എന്തോ ഒരു ആത്മാവുണ്ടായിരുന്നു. ഈ ഒളിച്ചോട്ടത്തിൻ്റെ പുറകിൽ ഇത്രയും നല്ല കുടുംബത്തിലൊരു പെങ്കൊച്ച് ഇതുപോലത്തെ ഒരുത്തൻ്റെ പുറകെ, ഒരു ബോധമില്ലാത്തതിൻ്റെ പുറകെ ഓടുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യം അത്? അതിൻ്റെ പുറകിൽ ഒരു ആത്മാവുണ്ട്. എത്രയോ പെൺകുട്ടികളെ വശീകരിച്ചു മന്ത്രം ചെയ്ത്, എത്രയോ ആണുങ്ങളെ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന അനേക പുരുഷന്മാരെ വശീകരിച്ച് കുടുംബജീവിതം തകർത്തു. അശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടുക മന്ത്രവാദത്തിലൂടെ സംഭവിക്കുന്നത് അതാണ്. മന്ത്രവാദത്തിന് ശക്തിയുണ്ടോ? തീർച്ചയായിട്ടും. എന്നാൽ ആ വിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇസ്രായേൽ ഒഴിച്ച്, ദൈവജനം ഒഴിച്ച് എല്ലാവർക്കും മന്ത്രവാദം ഫലിക്കും. ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ അവനെ ബന്ധിക്കാൻ പിശാചിന് കഴിയില്ല. കാരണം അവനിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അപ്പൊ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടത് നമുക്ക് കണ്ടാൽ അറിയാം. അവൻ്റെ രൂപം കണ്ടാൽ അറിയാം, അവൻ്റെ നടപ്പ് കണ്ടാൽ അറിയാം. അവൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമുക്കറിയാം. കല്ലറകളിൽ ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ സമയം ചെലവഴിക്കുന്നു. അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു, വീട്ടിലല്ല. ആർക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ആര് പറഞ്ഞാലും അനുസരിക്കുന്നില്ലെങ്കിൽ
ആർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, വീടുമായിട്ട് അകന്നു കഴിയുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം പിശാചിനാൽ ബന്ധിക്കപ്പെട്ടതിൻ്റെ സൈനുകളാണ്. എന്നാൽ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടാൽ ആ വ്യക്തി പോകുന്നത് ദൈവിക റൂട്ടിലാണ്. ആത്മനിയോഗത്തിൽ യാത്ര ചെയ്യുന്നവർ. ആത്മാവിൽ സഞ്ചരിച്ച ഫിലിപ്പോസിനെ കാണാം. നിർജ്ജന പ്രദേശത്ത് അവൻ എത്തിയപ്പോൾ എത്യോപ്യയിലെ മന്ത്രി ആ വഴി വരുന്നു, സുവിശേഷം അറിയിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. സ്നാനപ്പെടുത്തി കയറിയപ്പോൾ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ അസ്തോദിലേക്ക് 42 കിലോമീറ്റർ അകലേക്ക് എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ലെന്ന്. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയെന്ന്. ആത്മാവ് ബന്ധിച്ച വ്യക്തിയുടെ പ്രത്യേകത, അവൻ്റെ വേഗത കൂടും, അവൻ്റെ ശുശ്രൂഷകളെല്ലാം രാജകീയമായിരിക്കും, അവൻ തേരിൽ യാത്ര ചെയ്യും, അവൻ അടുത്ത സ്ഥലങ്ങളിലേക്ക് പറക്കും. അതാണ് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ്റെ നിലവാരം. അവൻ ശമരിയെ പോയി. ഫിലിപ്പോസ് ശമരിയിൽ ചെന്നു. ശമരിയിൽ വലിയ സന്തോഷമുണ്ടായി. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ എവിടെ ചെന്നാലും മഹാസന്തോഷമുണ്ടാകും, സൗഖ്യങ്ങളുണ്ടാകും. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവൻ എവിടെ ചെന്നാലും അവിടെ അനർത്ഥങ്ങളും വേദനകളും കണ്ണുനീരും മനുഷ്യൻ്റെ അസ്വസ്ഥതയും വർദ്ധിക്കും. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ പട്ടണങ്ങളെ സന്തോഷിപ്പിക്കും. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ രാജ്യത്തിനൊരു അനുഗ്രഹമാകും. ഏതിൽ ആയിത്തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവിലായിരിക്കണം. ഇതാ പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് താഴെ, ഇപ്പോൾ യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എവിടെ ചെന്നാലും പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് ഒത്തിരി കഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി പ്രവാചകന്മാർ പറഞ്ഞത് കൂട്ടിച്ചേർക്കുകയാണ് അദ്ദേഹം. എന്നാൽ ഇതൊന്നും ഞാൻ അറിയാറില്ല. സഹിക്കേണ്ടി വരുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമായി, സൗരഭ്യവാസനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആത്മാവിലാണ്. ആത്മാവിലായതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിയുന്നില്ല. സദൃശവാക്യത്തിലുണ്ട്, മദ്യപിച്ച് വെളിവില്ലാതെ ഇരിക്കുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്, അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ ആത്മാവിൻ്റെ വീഞ്ഞിൻ്റെ ലഹരിയുള്ളവർക്ക് ജീവിതത്തിൽ വരുന്ന വേദനകളൊന്നും മറ്റുള്ളവരെ പോലെ വലിയ വേദനയായിട്ട് തോന്നില്ല. അതൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നും. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന് വലിയ കഷ്ടങ്ങൾ എന്ന് മറ്റുള്ളവർ പറയുന്നതൊന്നും കഷ്ടമായിട്ടേ തോന്നുന്നില്ല. ഇതാ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ക്രൂശിൽ മരിക്കാൻ മടി കാണിച്ചില്ല. യേശുവിനെ തടയാൻ നോക്കിയവരെ എല്ലാം സാത്താനെ എന്നെ വിട്ട് പോന്ന് പറഞ്ഞു. മനഃപൂർവ്വം ഗതശമനയിൽ ഒക്കെ പോയി. അവിടെ തന്നെ പിടിക്കാൻ വരുന്നവർക്ക് പിടികൊടുക്കുവാൻ യേശു ഇവിടെ പോയി. ക്രൂശിലേക്ക് താൻ നടന്നു പോയതാണ്. താൻ പോകുന്ന വഴിയിൽ ഓടിച്ചിട്ട് പിടിച്ചതല്ല. തനിക്കറിയാം ഇതൊരു വലിയ ആനന്ദമാണ്. പിതാവിൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. അതൊരു ആഘോഷമാണ്. ആത്മാവിൽ പോകുന്നവന് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, എന്നാൽ വലിയ ഉയർപ്പുകളുണ്ടാകും, വലിയ വിടുതലുകളുണ്ടാകും, വലിയ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ സംസാരിക്കും. പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാം. നമ്മുടെ പ്ലാനുകൾ പലപ്പോഴും നടക്കാതെ വരും, എന്നാൽ ആത്മാവ് നമ്മെ ജയകരമായി കൊണ്ടുപോകും. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ കേട്ടതുപോലെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി യാത്ര ചെയ്യുവാൻ, ആത്മാവിൽ സംസാരിക്കുവാൻ, ആത്മാവിൽ വിഷയങ്ങളെ നേരിടുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ ഒരു അഭിഷേകം എല്ലാവരിലും വരട്ടെ.
പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരാൾ പോലും ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ള പിശാചിന്റെ ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി യാത്ര ചെയ്യാൻ എല്ലാവരെയും അങ്ങ് ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിന്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിലുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ വലിച്ചുകൊണ്ട് പോകണം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരണം. രാവിലെ 10:00 നാളെ ഇതേ സമയത്ത് വീണ്ടും ജീസസ് എവരിഡേ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലസ് യു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഒരു നാളും